Good morning. Good morning, ma'am. Good morning, ma'am. Good morning. സ്റ്റാർട്ട് ചെയ്തോട്ടെ മാം ഞങ്ങള്. Start ചെയ്തോളൂ. ഇന്നലത്തെ പരാജയങ്ങളോ സങ്കടങ്ങളോ എന്തു തന്നെയായാലും അതൊക്കെ തിരുത്തി എഴുതാൻ പ്രകൃതി തരുന്ന ഒരു ക്ലീൻ സ്ലേറ്റ് ആണ് ഓരോ പ്രഭാതവും. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി ടീനയെ ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളിന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമിന്നുമേ മനസ്സിലെഴുതേണമേ. ആ നന്നായിരുന്നു കേട്ടോ ടീന. പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള ഒരു ആശയവിനിമയമാണ്. നമ്മളെ മറ്റൊരു ലോകത്തേക്ക് ടീന കൊണ്ടുപോയി. നന്ദി ടീന. അടുത്തതായി നമുക്ക് വേണ്ടി സൈൻ ഇൻ ചെയ്യുന്നത് അശ്വതിയാണ്. അശ്വതിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ എല്ലാവർക്കും ഞാനൊരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അശ്വതി മാം ആണ്. അശ്വതി മാമിനെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നന്ദി അശ്വതി. നമ്മുടെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ നയിക്കുന്നത് നല്ല നല്ല ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ നല്ല ചിന്തകൾ പറയുന്നതിനായി രഞ്ജിനിയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning, all. Do not dwell in the past. Do not dream of the future. Concentrate the mind on the present moment. Gautam Buddha. താങ്ക് യു രഞ്ജിനി. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. മാം, നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നും വായിച്ചില്ലല്ലോ. വായിച്ചായിരുന്നോ? ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് വായിച്ചായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചോ? കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞത്? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്? തുടങ്ങിയിട്ടില്ലല്ലോ നമ്മള് ചാപ്റ്റർ. നോക്കൂട്ടോ, എനിക്ക് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയുള്ളൂ. പറഞ്ഞു പോയതാണ്. ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ? വൈറ്റമിൻസിന്റെ എന്തോ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതെല്ലാവരും എഴുതിയോ? ആരൊക്കെയാ എഴുതിയിട്ടുള്ളത്? ഒന്ന് തമ്പ് ചെയ്യാമോ? എഴുതിയവര്
ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ ടീന. ഓക്കെ മാം. വൈറ്റമിൻസിന്റെ പേരുകൾ ഏതൊക്കെ വൈറ്റമിൻ ആണോ മാം അതെ ആദ്യം പറയണ്ടേ? വൈറ്റമിൻ എ, റെറ്റിനോൾ, vitamin B1 thiamine, vitamin B2 riboflavin, vitamin B3 niacin, vitamin B5 pantothenic acid, vitamin B6 pyridoxine, vitamin B7 biotin, vitamin B9 folic acid or folate, vitamin B12, vitamin C, vitamin D, vitamin E, vitamin K. അത്രയുമാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അതിന്റെ ഡെഫിഷ്യൻസി ആദ്യം ഇത് കിട്ടുന്ന ഫുഡ് ഏത് ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് പറയാം. വൈറ്റമിൻ എ ലിവർ, എഗ്, ഡയറി പ്രോഡക്ട്സ്, സ്വീറ്റ് പൊട്ടറ്റോസ്, ക്യാരറ്റ്, സ്പിനാച്ച്. വൈറ്റമിൻ B1 ഹോൾ ഗ്രെയിൻസ്, ബ്രൗൺ റൈസ്, നട്ട്സ്, സീഡ്സ്, പല വിധത്തിലുള്ള സീഡ്സ്. പിന്നെ പോർക്കിന്ന് കിട്ടും. വൈറ്റമിൻ B2 ഡയറി പ്രോഡക്ട്സ്, എഗ്, ഇലക്കറികൾ, ലീഫി ഗ്രീൻസ്, ആൽമണ്ട്സ്, മഷ്റൂംസ്. വൈറ്റമിൻ B3 നയാസിൻ മീറ്റ് എന്ന് കിട്ടും, ഫിഷ്, പീനട്സ്, ഓൾ ഗ്രെയിൻസ്, മഷ്റൂം. വൈറ്റമിൻ B5 അവക്കാഡോ, സ്വീറ്റ് പൊട്ടറ്റോ, ബ്രോക്കലി, ചിക്കൻ, whole grains. Vitamin B6 fish, poultry products, bananas, potatoes, അതിന് കിട്ടും. Vitamin B7 eggs, nuts, seeds, all grains, അതിന് കിട്ടും. Vitamin B9 leafy greens, പിന്നെ ഓറഞ്ച് അങ്ങനെയുള്ള ആസിഡിക് ആയിട്ടുള്ള ലെമൺ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് കിട്ടും. പിന്നെ വൈറ്റമിൻ B12 ആനിമൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള മീറ്റ്, ഫിഷ്, എഗ്, ഡയറി പ്രോഡക്ട്സ്, പാല്, അതിൽ നിന്ന് കിട്ടും. വൈറ്റമിൻ സി ഇതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, ലെമൺ, അങ്ങനെയുള്ള പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് എന്ന് കിട്ടും. സ്ട്രോബെറി, ബെൽ പെപ്പർ, ക്യാപ്സിക്കം, അതിൽ നിന്ന് കിട്ടും. ബ്രോക്കലി. പിന്നെ വൈറ്റമിൻ ഡി ഫാറ്റി ഫിഷ്, ഫോർട്ടിഫൈഡ് ഡയറി പ്രോഡക്ട്സ്, പിന്നെ സൂര്യപ്രകാശം, വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഇ നട്ട്സ്, സീഡ്സ്, വെജിറ്റബിൾ ഓയിൽസ്, ലീഫി ഗ്രീൻസ്. വൈറ്റമിൻ കെ ലീഫി ഗ്രീൻസ്, പിന്നെ ഫെർമെന്റഡ് ഫുഡ്, പുളിപ്പിച്ച ഇഡ്ഡലി, ദോശ മാവ്, അങ്ങനെയുള്ള മാവ് കൊണ്ടുള്ള പ്രോഡക്ട്സ് എന്ന് കിട്ടും. പിന്നെ ആനിമൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള നെയ്യ്, വെണ്ണ, പാല്, മീറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് കിട്ടും. ഇത്രയാണ് കിട്ടിയത്. ഇനി അതിന്റെ ഡെഫിഷ്യൻസി പറയണമേ? ഡെഫിഷ്യൻസി വൈറ്റമിൻ എന്റെ കുറവ് മൂലം നൈറ്റ് ബ്ലൈൻഡ്നെസ്, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള തകരാറ്, പിന്നെ ഇൻഫെക്ഷന് വരാനുള്ള റിസ്ക്കും ഉണ്ടായിരിക്കും. വൈറ്റമിൻ B1 നെർവ് ഡാമേജ്, മസിൽ വീക്ക്നെസ് വരും. പിന്നെ ഈ നമുക്ക് കൺഫ്യൂഷൻ, പാരാലിസിസ്, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വൈറ്റമിൻ B2 കുറവ് മൂലം നമ്മുടെ ചുണ്ടുകൾ പൊട്ടാനുള്ള ചാൻസ്, കോർണറിൽ കൂടുതലും ഈ തണുപ്പ് കാലത്തും പിന്നെ ചില അലർജിക് ആയിട്ട് വരുന്ന പ്രോബ്ലംസും ഇത് വൈറ്റമിൻ B2 കുറവ് മൂലം. പിന്നെ അതുപോലെ നീർക്കെട്ട് വരുന്നത്, അനീമിക് ആവുന്നത് വൈറ്റമിൻ B2 കുറവ് മൂലമാണ്. വൈറ്റമിൻ B3 സ്കിൻ ഇഷ്യൂസും, ഡയറിയ, ഡിമെൻഷ്യ, ചിലപ്പോൾ ഡെത്തിന് വരെ, അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെത്തിന് വരെ
ചാൻസസ് വരും. വൈറ്റമിൻ B3 നയാസിൻ്റെ കുറവ് മൂലം. വൈറ്റമിൻ B5 തലവേദന അങ്ങനെയുള്ള ക്ഷീണം അതൊക്കെയാണ് വൈറ്റമിൻ B5. അതൊരു റയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൂടുതലായിട്ട് അത് കണ്ടുവരുന്നതല്ല. വൈറ്റമിൻ B6 അനീമിക് ആവുക, പിന്നെ നെർവിൻ്റെ ഞരമ്പുകളുടെ വീക്കം വരിക, അതാണ് വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലം വരുന്നത്. വൈറ്റമിൻ B7 സ്കിൻ റാഷസും മുടി കൊഴിച്ചിൽ ഹെയർ ലോസ് വരാനും നെർവിൻ്റെ പ്രോബ്ലം വരാനും ചാൻസസ് ഉണ്ട്. ഇനി വൈറ്റമിൻ B9 അനീമിക് ആവാനും ബർത്ത് ഡിഫക്ട്സ് പ്രഗ്നൻസിയിൽ വരുന്നത് കൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ ഫോളിക് ആസിഡ് ഒക്കെ എടുക്കാൻ മെഡിസിൻ ഇൻടേക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഫസ്റ്റ് 3 months എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അത് ഇതുകൊണ്ടാണ് വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി വന്നാലുള്ള പ്രോബ്ലം കൂടുതലായി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഒക്കെ സമയത്ത് തരാം. അത് വൈറ്റമിൻ B9 കുറവ് മൂലം വരുന്നതാണ്. വൈറ്റമിൻ B12 അനീമിക് ആവുക, നെർവ് ഡാമേജ്, അതുപോലെ നമ്മൾ ചിന്ത ശേഷിക്ക് കുറച്ച് ഇഷ്യൂസ് വരാം, കോഗ്നിറ്റീവ് ഇഷ്യൂസ് വരാം. അതൊക്കെ കുഞ്ഞുങ്ങളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വൈറ്റമിൻ B12 കുറവ് മൂലം ഈ ഡെഫിഷ്യൻസി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ നമുക്ക് ശ്രദ്ധിക്കാം. വൈറ്റമിൻ C ഡെഫിഷ്യൻസി ബ്ലീഡിങ്, ഗംസ്, മോണ പൊട്ടുക, പിന്നെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാവാൻ പൊറുക്കാനായിട്ട് താമസം വരിക, അതെല്ലാം വൈറ്റമിൻ സിൻ്റെ കുറവ് മൂലമാണ്. വൈറ്റമിൻ ഡി നമുക്ക് എല്ലുകളുടെ ബലക്കുറവ്, അതുപോലെ നമുക്കൊരു ബലം കുറവ് ശരീരത്തിന് ഫീൽ ചെയ്യുന്നത് വൈറ്റമിൻ ഡിൻ്റെ കുറവ് മൂലം ആണ്. പിന്നെ വൈറ്റമിൻ ഇ നെർവ് ഡാമേജ്, അഗെയിൻ മസിൽ വീക്ക്നെസ് ആണ് വരുന്നത്. അതും വളരെ റയറായിട്ട് വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇൻ്റെ കുറവ് മൂലം. ഇനി വൈറ്റമിൻ കെ അഗെയിൻ ബ്ലീഡിങ് ഇഷ്യൂസ് വരാം, അതുപോലെ എല്ലുകളുടെ വീക്കം, ബലക്കുറവും വരുന്നതാണ് വൈറ്റമിൻ കെ കൊണ്ട് ഡെഫിഷ്യൻസി കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. ഇതെല്ലാം തന്നെ ഒരു പരിധിവരെ നല്ല രീതിയിലുള്ള ഭക്ഷണം ക്രമീകരിച്ച് കഴിച്ചാൽ നമുക്ക് എല്ലാം ശ്രദ്ധിക്കാവുന്നതാണ്. അത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് രീതിയിൽ അല്ലാതെ മിതമായി ലിമിറ്റ് ചെയ്ത് പ്ലസ് എക്സസൈസും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു പരിധിവരെ മെഡിസിൻസിൻ്റെ എടുക്കാതെ തന്നെ നമുക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്രയാണ് മിസ് എനിക്ക് കിട്ടിയത്. താങ്ക് യു മിസ്. വെരി ഗുഡ്. എല്ലാവരും കേട്ടല്ലോ ടീന വായിച്ചത്? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ആരാണ് എഴുതിയിട്ടുള്ളത്? എഴുതിയിട്ടുള്ളവർക്ക് വായിക്കാം കേട്ടോ. ജെറിൻ മോൾ എഴുതിയായിരുന്നില്ലേ? മാം ഇതൊക്കെ തന്നെ ഞാനും എഴുതിയത്. എക്സ്ട്രാ ആണെങ്കിൽ വൈറ്റമിൻ B1 തയാമിന്, വൈറ്റമിൻ B2 റിബോഫ്ലാവിൻ, കെമിക്കൽ നെയിംസ് വൈറ്റമിൻ B3 നിയാസിൻ, വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വൈറ്റമിൻ B6 പൈറിഡോക്സിൻ, വൈറ്റമിൻ B7 ബയോട്ടിൻ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 ക്യാബുലാമിൻ. ടീച്ചർ എഴുതിയേക്കുന്നത് തന്നെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ്. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി എഴുതാതിരുന്നത്? ഞാൻ കെമിക്കൽ നെയിംസ് ആണ് എഴുതിയേക്കുന്നത്. ഏതൊക്കെ വായിച്ചു. കെമിക്കൽ നെയിം മാത്രല്ലേ മിസ് എഴുതാൻ പറഞ്ഞേ?
രഞ്ജിനി എന്താ പറഞ്ഞത്? കെമിക്കൽ നെയിംസ് അല്ലേ മിസ്? ഇത് ഞാൻ എഴുതിയത് ഏറ്റവും വരെയാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാൽ മതിയോ? അതിന്റെ എന്താ? കെമിക്കൽ നെയിംസ് മാത്രമാണ് എഴുതിയത്. കെമിക്കൽ നെയിംസ് മാത്രമാണ് എഴുതിയത്. ഓക്കെ, അത് വായിച്ചോളൂ. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ, വൈറ്റമിൻ കെ ഫിലോക്വിനോൺ, വൈറ്റമിൻ B1 തയാമിൻ, വൈറ്റമിൻ B2 റിബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നയാസിൻ, വൈറ്റമിൻ B5 പാന്തോത്തനിക് ആസിഡ്, വൈറ്റമിൻ B6 പിരിഡോക്സിൻ. പിരിഡോക്സിൻ എന്നാണോ മിസ് പറഞ്ഞത്? റൈബോഫ്ലാവിൻ ആണ്. റൈബോഫ്ലാവിൻ ആദ്യം പറഞ്ഞത്, പിന്നെ നിയാസിൻ പറഞ്ഞു, പിരിഡോക്സിൻ പറഞ്ഞു. B6 പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ. വൈറ്റമിൻ B7 ബയോട്ടിൻ, വൈറ്റമിൻ ബി കേൾക്കുന്നില്ല. വൈറ്റമിൻ B12 B9 ക്ലിയർ അല്ലേ? വൈറ്റമിൻ B7 ബയോട്ടിൻ, വൈറ്റമിൻ B7 ബയോട്ടിൻ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. പിള്ളേരുള്ളതുകൊണ്ട് അവരിവിടെ പത്ത് വയ്ക്കാം. അത്ര എഴുതിയിട്ടുള്ളൂ. B12 എഴുതിയിട്ടില്ല. B12 അല്ല. സയാനോകൊബാലമിൻ. ഓക്കെ, അപ്പൊ എഴുതാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എഴുതുക കേട്ടോ. ബാക്കിയുള്ളവർ എന്ത് പറ്റി എഴുതാതിരുന്നത്? 2-3 പേര് മാത്രമേ എഴുതിയിട്ടുള്ളല്ലോ. മറന്നുപോയോ? ഇത് വൈറ്റമിന്റെ കെമിക്കൽ നെയിംസ് എഴുതിയിട്ടുണ്ട് മാഡം. അല്ല, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല. കെമിക്കൽ നെയിം എഴുതിയിട്ടുണ്ട്. കെമിക്കൽ നെയിം എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ചാപ്റ്ററിലോട്ട് പോവാം. ആദ്യം നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യൂ. 2 പാരഗ്രാഫ്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിലെ ആദ്യത്തെയും രണ്ടാമത്തെയും പാരഗ്രാഫ് മൈൻഡിൽ റീഡ് ചെയ്യുക. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ.
അയച്ചു കഴിഞ്ഞായിരുന്നോ? ഓക്കെ. സനില ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ. Okay, ma'am. The growing children require healthy food for their proper development. Preschool children need to get lots of nutrients and energy from their food as they are growing and developing speedily. As they have small stomachs, the foods they eat should provide energy and nutrients in a compact form. In the lack of the required measure of nutrients, the child faces incapability to cope with the situation which his age demands. Therefore, both the parents and teachers must see that children get the food required for their growth and power. They should be given food which is wealthy in carbohydrates, proteins, and minerals and vitamins. ഓക്കെ, എന്താ മനസ്സിലായത് വായിച്ചപ്പോ? കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വളരെ അത്യാവശ്യമാണ്. അവരുടെ ചെറിയ സ്റ്റൊമക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഫുഡ് ആയിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. അതായത് എനർജി അവരുടെ സ്റ്റൊമക്ക് പെട്ടെന്ന് തന്നെ വളരെ കൺജസ്റ്റഡ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡ്സ് ഒക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുവാനായിട്ട്. ആ ഫുഡിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പാരൻസും ടീച്ചേഴ്സും എല്ലാവരും അത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പൊ ഓരോ ഏജ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കണം അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം എനർജി ഓരോ ഏജിലും വ്യത്യാസമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വേണം അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതായത് വളരുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണം അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ആവശ്യമാണ്, അല്ലെ? വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്, അല്ലെ? കുഞ്ഞുങ്ങൾക്കല്ലേ നമ്മുടെ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക, അല്ലെ? നമ്മള് വേണ്ടാന്ന് വെക്കില്ലേ പല പ്രാവശ്യവും? അങ്ങനെയല്ലേ? വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, അല്ലെ? കാരണം എന്തുകൊണ്ടാ? അവരുടെ വളരുന്ന പ്രായമാണ്. അപ്പൊ ആ സമയത്ത് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാല് വേഗത്തിൽ വളരും, അല്ലെ? അതായത് നമ്മള് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആയിരിക്കും അവരുടെ വളർച്ച എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ അപ്പൊ വളർച്ച കൂടുതലാണ്, അല്ലെ? പ്രീ സ്കൂൾ കുട്ടികളാവുമ്പോൾ പെട്ടെന്ന് വേഗത്തിൽ വളർന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണത്തില് ആവശ്യത്തിന് ന്യൂട്രിയൻസും എനർജിയും ഒക്കെ എന്ത് ചെയ്യാണ്? ആവശ്യമാണ്. ഓക്കെ. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയല്ല, അവരുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെ? അപ്പൊ അവര് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിലായിരിക്കും. നമ്മളെ പോലെ കുഞ്ഞുങ്ങൾ കഴിക്കോ? എത്ര അളവില്? വലിയ ആളുകൾ കഴിക്കുന്നത് പോലെ കഴിക്കോ? ഇല്ല. കുറഞ്ഞ അളവിലാണ് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കുക. അപ്പൊ കുറഞ്ഞ അളവിലാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ കൂടിയും ആ കുറഞ്ഞ അളവ് എന്ന് പറയുന്നത് അതില് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളായിരിക്കണം കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ. ഇനി ശരിയായിട്ടുള്ള രീതിയിൽ നമ്മള് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? എന്തൊക്കെയാ സംഭവിക്കുക? പോഷകാഹാരം അല്ല കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് അവരുടെ വളർച്ചയെ ബാധിക്കില്ലേ? ടയേർഡായിരിക്കും. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അസുഖങ്ങള്. അപ്പോ അവരുടെ വളർച്ചയെ അത് മോശകരമായിട്ട് ബാധിക്കും, ആരോഗ്യത്തെ മോശകരമായിട്ട് ബാധിക്കും. അപ്പോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇനി എന്താ പറയാ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിപ്പോ പാരന്റ്സ് ആയാലും ശരി, അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും ശരി, കുട്ടികള് കറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണോ കഴിക്കേണ്ടതെന്ന് പാരന്റ്സും ടീച്ചേഴ്സും ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
അപ്പൊ ഈ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻ വേണം, മിനറൽസ് വേണം, അല്ലെ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, ഒരു പ്ലേറ്റിനെ എന്തായിട്ട് ഭാഗിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്? ഓർക്കുന്നുണ്ടോ? 7 ഭാഗിക്കാം, അല്ലെ? എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? അപ്പൊ പ്ലേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് നമ്മള്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, പ്രോട്ടീന്, വൈറ്റമിന്, ന്യൂട്രീഷൻ, ഫാറ്റ്, മിനറൽസ്. ഓക്കെ ഓക്കെ. ഈ പാരഗ്രാഫ് മനസ്സിലായോ എന്താണ് പറഞ്ഞതെന്ന്? അപ്പൊ വളരുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് പോഷകാഹാരം ആവശ്യമാണ്. ഈ പോഷകാഹാരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് പാരന്റ്സിന്റേതാണ്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയാണ്. പ്രീ സ്കൂൾ കുട്ടികള് പെട്ടെന്ന് തന്നെ വളരുന്നതിനാല് അവർ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്റ്റമക്ക് എന്ന് പറയുന്നത് ചെറുതാണ്, ചെറിയ അളവിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ചെറിയ അളവിലായാൽ പോലും ആ ചെറിയ അളവ് എന്ന് പറയുന്നത് ന്യൂട്രിയസ് റിച്ച് ആയിരിക്കും. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ടീന റീഡ് ചെയ്തോളൂ. ടീന. മിസ്സേ, ഇവിടെ ഇത്തിരി ബഹളാണ്, വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഹലോ, ഓക്കെ. വേറെ ആരെങ്കിലും ഒന്ന് ചെയ്യാമോ സെക്കൻഡ് പാരഗ്രാഫ്? എന്താണ് ആർക്കും ഒരു ഉഷാറില്ലല്ലോ? ശനിയാഴ്ച ചെയ്തോണ്ടാണ്. ഇവിടെ ഭയങ്കര ബഹളം മിസ്, അത് കാരണം കൊണ്ടേ വായിച്ച ചിലപ്പോ ക്ലിയർ ആവൂല, അതാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ. മാം വായിച്ചോ? രഞ്ജിനി വായിച്ചു. So food is highly required for the normal functions of the human body and a presentation of its health. The input of excessive quantities of food will do more harm than good. Therefore, every human being has to regulate the input of food. The quantity of food eaten is calculated in calories. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism. മനുഷ്യ ശരീരത്തിന് സാധാരണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും ഭക്ഷണം വളരെയധികം ആവശ്യമെങ്കിലും അതിനൊരു അളവുണ്ട്. അമിതമായ ഭക്ഷണം അമിതമായ അളവിൽ ഭക്ഷണം നൽകുന്നത് ഗുണഭോക്താക്കളുടെ അതിന് അമിതമായ ഭക്ഷണം നൽകുന്നത് ദോഷം നൽകും. പിന്നെ ഓരോ മനുഷ്യനും നൽകുന്ന ഭക്ഷണത്തിന്റെ അളവിന് കലോറി ആയിട്ട് കണക്കാക്കുന്നു. ആവശ്യമായ അളവ്, ഭാരം, ഒരു വ്യക്തിയുടെ പേശി, ജോലിയുടെ അളവ്, പ്രായം, ലിംഗം,
കാലാവസ്ഥ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം ഉപയോഗിക്കുന്ന പ്രക്രിയയെ this body is called metabolism എന്ന് വിളിക്കുന്നു. ഇപ്പൊ നോക്കിക്കോളൂ കേട്ടോ. The food is highly required for the normal functions of the human body and presentation of its health. The input of excessive quantities of food will do more harm than good. Therefore, every human being has to regulate the input of food. The quantity of food eaten is calculated in calories. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism. Okay. അതായത് ഇതിൽ പറയുന്നത് ഭക്ഷണത്തിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ്, ആവശ്യകതയെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കറിയാം ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണമെങ്കിൽ ഭക്ഷണം കൂടിയേ തീരും, അല്ലെ? നമുക്ക് വീട്ടിലായാലും എന്തെങ്കിലും ഒരു ജോലി എടുക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് എന്ത് ആവശ്യമാണ്? ഭക്ഷണം ആവശ്യമാണ്. പക്ഷെ ഭക്ഷണം ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്, അല്ലെ? അധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകും, അല്ലെ? നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് എന്താ പറയാ, ഉണ്ടാകും, പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ. അത് നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ ഇന്റേണൽ ബോഡി പാർട്ടിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോ ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്, ആ ഭക്ഷണത്തിന്റെ അളവിനെ നമ്മൾ കലോറി എന്ന് പറയാം. കലോറിന്ന് കേട്ടിട്ടില്ല എല്ലാവരും? എന്താണ് കലോറി? ഒരാള് കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവിനെയാണ് കലോറി എന്ന് പറയുന്നത് കേട്ടോ. ഒരാൾക്ക് വേണ്ട ഭക്ഷണത്തിന്റെ അളവാണെന്ത്? കലോറി. അപ്പൊ കലോറി എന്ന് പറയുന്നത് പല കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ കലോറി ആയിരിക്കില്ല നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ കലോറി, അല്ലെ? വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ? ഓരോരുത്തർക്കും എന്താണ്? വ്യത്യസ്തമാണ് ഭക്ഷണത്തിന്റെ കലോറി എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷണത്തിന്റെ കലോറി എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ആ ഡിപ്പെൻഡന്റ് ഫാക്ടർ? എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ കലോറി എന്തിനൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്നെന്ന് പറഞ്ഞാല് ഭാരം അഥവാ വെയിറ്റ്. ഓക്കെ. വെയിറ്റിനനുസരിച്ച് എന്ത് ചെയ്യാം? കലോറിയുടെ വ്യത്യാസം വരാം. ഓക്കെ. വെയിറ്റ് കൂടിയിട്ടുള്ള ഒരാള്, വെയിറ്റ് കുറവുള്ള ഒരാള്, ഈ രണ്ടാളുകളുടെയും ഫുഡിന്റെ കലോറികൾ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസങ്ങൾ വരും. ഓക്കെ. അപ്പൊ വെയിറ്റ് ആണ് ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രായമാണ്, ഏജ് ആണ്, അല്ലെ? ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയേക്കാളും കൂടുതലോ കുറവോ വലിയ ആളുകൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ കലോറി നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും? കൂടുതലായിരിക്കും, കുറവായിരിക്കും? ഒരു 5 വയസ്സുള്ള കുഞ്ഞും ഒരു 30 വയസ്സുള്ള ഒരാളും കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ കലോറി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കില്ലേ? എങ്ങനെയാണ് ഉണ്ടാവുക? 5 വയസ്സുള്ള കുഞ്ഞിന് ആ വയസ്സനുസരിച്ചല്ലേ, അവരുടെ വയസ്സനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് അനുസരിച്ചുള്ള കലോറി കൊടുത്താൽ മതി. പക്ഷെ 30 വയസ്സുള്ള ഒരാൾക്ക് അവരുടെ പ്രായം അനുസരിച്ച് കൂടുതൽ കലോറി ആവശ്യമായിട്ട് വരും. ഓക്കെ. അപ്പൊ ഏജിനനുസരിച്ച് കലോറിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ സെക്സ്. ഓക്കെ. മെയിൽ ഓർ ഫീമെയിൽ. നമുക്കറിയാം സ്ത്രീകളെക്കാളും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ആരാ? പുരുഷന്മാരല്ലേ? നിങ്ങളുടെ വീടുകളിൽ തന്നെ നോക്കിയാൽ മതി. നിങ്ങളെക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കും, അല്ലേ? അല്ലേ? അപ്പൊ സ്ത്രീക്കും പുരുഷനും വ്യത്യാസമുണ്ട് കലോറിയില്. കാരണം പുരുഷൻ എന്ന് പറയുന്നത് കായികാധ്വാനം കൂടുതലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളാണ്. ആണോ?
കുറച്ചും കൂടി സ്ത്രീകളെക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെ. അവരുടെ ശരീരപ്രകൃതി സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കലോറിയിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും കലോറി തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ കാലാവസ്ഥ, ക്ലൈമറ്റ്. ക്ലൈമറ്റ് എങ്ങനെയാണ് കലോറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാലാവസ്ഥ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമുക്കറിയാം നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ അല്ലെ, രണ്ട് ഇതായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാല് അവര് കഴിക്കുന്ന ഭക്ഷണം ആയിരിക്കില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെ. നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്ന ഫുഡ് ഏതാണ്? ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട്. ജദീദയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യയില് കൂടുതലായിട്ട് ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്, സൗത്ത് ഇന്ത്യ ആകുമ്പോൾ അരിഭക്ഷണം ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം വരുന്നത്? ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ്. നമ്മുടെ ഇവിടെ ചൂടും അതുപോലെ തന്നെ തണുപ്പും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് ചിലപ്പോൾ തണുപ്പാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോ അവരെ ആശ്രയിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചൂടൻ ഭക്ഷണങ്ങളാണ് അല്ലെ, ഹോട്ടായിട്ടുള്ള. അപ്പൊ അവരെന്താണ് കൂടുതൽ കഴിക്കുന്നത്? ഗോതമ്പ് ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ വരുമ്പോ അങ്ങനെയല്ല, അരിഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പൊ ക്ലൈമറ്റിനനുസരിച്ചിട്ട് എന്ത് വരും? ആളുകളുടെ ഭക്ഷണത്തിൽ വ്യത്യാസം വരും, അതിനനുസരിച്ച് കലോറിയിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ജോലി അനുസരിച്ച് കലോറിയിൽ വ്യത്യാസം വരാം. ഇപ്പോ ബാങ്കില് എംപ്ലോയി ആയിട്ടുള്ള ഒരാള്, ബാങ്കില് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, കൃഷി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ഈ രണ്ട് വ്യക്തികളിൽ ആർക്കാണ് കലോറി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്? കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന. കാരണം അയാൾ എടുക്കുന്ന എഫേർട്ട് കൂടുതലാണ്, അയാളുടെ ശരീരം നന്നായിട്ട് അനങ്ങുന്നുണ്ട് അല്ലെ. പക്ഷെ ബാങ്ക് അക്കൗണ്ടന്റ് വെറുതെ ഇരിക്കുവാണ്, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചേർന്ന് വെറുതെ ഇരിക്കുവാണ്. കാര്യമായിട്ട് അയാളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ടുള്ള ഫിസിക്കൽ എഫേർട്ട് അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷിക്കാരന്റെ അത്ര കലോറി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത്തരത്തില് കുറേയധികം കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരാളുടെ കലോറി നിശ്ചയിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ, ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അവരൊക്കെ കൂടുതൽ ഭക്ഷണം കഴിക്കണ്ടേ? എന്തിനാണ് അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്? വർക്കൗട്ടിനനുസരിച്ചിട്ട് ഭക്ഷണത്തിന് വ്യത്യാസം വരും അല്ലേ. ഓക്കെ. ഭക്ഷണം കൂടുതൽ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോ നമ്മൾ കൊടുക്കുന്ന കായികാധ്വാനം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എഫേർട്ട് എത്രയാണോ അതിനനുസരിച്ചിട്ടൊക്കെ ഈ കലോറിയില് വ്യത്യാസങ്ങൾ വരാം. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പാരഗ്രാഫിൽ ലാസ്റ്റ് ഒരു സെന്റൻസ് പറയുന്നുണ്ട്, the process by which food is used in the human body is called a metabolism. നമ്മുടെ ശരീരത്തില് ഭക്ഷണം യൂസ് ചെയ്യുന്ന പ്രക്രിയയെ അഥവാ പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം എന്ന് പറയുന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മെറ്റബോളിസം സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുന്നില്ല, അപ്പോഴത്തേനും എക്കോ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ തന്നെ പറയാം, നമ്മുടെ ശരീരം നമ്മുടെ ഭക്ഷണത്തെ എങ്ങനെ യൂസ് ചെയ്യുന്നു ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ചില വ്യക്തികളിൽ മെറ്റബോളിസം കൂടുതലായിരിക്കും, ചില വ്യക്തികളിൽ മെറ്റബോളിസം കുറവായിരിക്കും. മെറ്റബോളിസം കൂടുതലുള്ള വ്യക്തികളിൽ ഡൈജഷൻ ഒക്കെ പെട്ടെന്ന് നടക്കും, ഭക്ഷണമൊക്കെ പെട്ടെന്ന് ദഹിക്കും. എന്നാൽ മെറ്റബോളിസം കുറവുള്ള വ്യക്തികളിലാണെങ്കിൽ ഡൈജഷൻ ഒക്കെ സാവധാനം സ്ലോലി ആയിട്ട് നടക്കുള്ളൂ. ഓക്കെ. മെറ്റബോളിസം കൂടുതലുള്ളവരിൽ വെയിറ്റ് ലോസ് പെട്ടെന്ന് നടക്കും. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഡയറ്റ് എടുത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്നായിരിക്കും അവരുടെ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. പക്ഷെ കുറെ നാളായിട്ടും ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല, അവർക്ക് മെറ്റബോളിസം കുറവായിരിക്കും. അതായത് അവരുടെ ശരീരം ഭക്ഷണം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല.
പ്രോപ്പർ ആയിട്ട് ഡൈജഷനും കാര്യങ്ങളും ഒന്നും തന്നെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ഫുഡ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് ആ ഒരു പ്രോസസ്സിനെ മെറ്റബോളിസം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് നോക്കാം കേട്ടോ. ഫുഡിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറീസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 3 കാറ്റഗറീസ് ആയിട്ടാണ് ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാണ് എനർജി സപ്ലയേഴ്സ്, മറ്റൊന്ന് ബോഡി ബിൽഡേഴ്സ്, മൂന്നാമത്തേതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഓക്കെ, എന്താണ് എനർജി സപ്ലൈസ്? ഒന്ന് കമന്റ് ചെയ്തേ, സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കമന്റ് ചെയ്തേ. എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി സപ്ലയേഴ്സ് ഏതൊക്കെ ഫുഡായിട്ടോ എനർജി സപ്ലയേഴ്സിൽ വരുന്നേ? എനർജി സപ്ലയേഴ്സ്, അതായത് പേരിൽ തന്നെയുണ്ട്, നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്ന ഭക്ഷണമാണ് എന്ത് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഊർജം നൽകുന്ന അല്ലെങ്കിൽ എനർജി തരുന്ന ഭക്ഷണങ്ങളാണിത് എനർജി സപ്ലയേഴ്സ്. ഓക്കെ, പ്രധാനമായിട്ടും എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നിവയാണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് എനർജി തരും. അതുപോലെ തന്നെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമുക്ക് എനർജി തരും. ഫോർ എക്സാമ്പിൾ റൈസ്, അതുപോലെ തന്നെ മീറ്റ്, അരി, ഗോതമ്പ്, പഞ്ചസാര, എണ്ണ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത്. അല്ലെ, ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്ലേറ്റില് ഫ്രൂട്ട്സും ഒരു പ്ലേറ്റില് ചോറും വെച്ച് കഴിഞ്ഞാല് വിശക്കുന്ന സമയത്ത് നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക? അല്ലെങ്കിൽ ഒരു ബിരിയാണി വെച്ചു എന്ന് വിചാരിക്കുക, ഏത് ചൂസ് ചെയ്യും? ഭയങ്കരമായിട്ട് നിങ്ങളെ ക്ഷീണിതമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്, എന്താ ചൂസ് ചെയ്യാം? ഫ്രൂട്ട്സ് ആണോ ബിരിയാണിയാണോ ചൂസ് ചെയ്യുന്നത്? സനില പറയൂ. ചോറ് അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും മാം എടുക്കുക. ബിരിയാണി ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലെ? അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടും, ഇല്ലേ? കിട്ടാറുണ്ടോ? ആ, നമ്മുടെ ശരീരം ഒന്ന് ഉഷാറാവും അല്ലെ, നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ഉഷാറാവുന്നത് പോലെ നമുക്ക് തോന്നും അല്ലെ? അത് എനർജി ആ ഭക്ഷണം തരുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നാൻ കാരണം കേട്ടോ. അപ്പൊ അരി, പിന്നെ ഗോതമ്പ് അല്ലെ, നമ്മൾ ചപ്പാത്തി കഴിക്കാറുണ്ട്, ഗോതമ്പിന്റെ പുട്ട് കഴിക്കാറുണ്ട്, പിന്നെ ഗോതമ്പിന്റെ അപ്പം കഴിക്കാറുണ്ട്, അട കഴിക്കാറുണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് അല്ലെ? ഇത് കഴിക്കുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? എനർജിയാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, അതെന്താണ്? എനർജി സപ്ലയർ ആണ്. എന്തുകൊണ്ടാണ് പഞ്ചസാരയെ എനർജി സപ്ലയർ എന്ന് പറയാൻ കാരണം? ഈ പഞ്ചസാര നമുക്ക് ഊർജം തരുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെയാണ് പഞ്ചസാര നമുക്ക് ഊർജം തരുന്നത്? നമ്മൾ ഭയങ്കര ക്ഷീണിതമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു എന്ന് വിചാരിക്കാം, കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളൊന്ന് ഉഷാറാവും അല്ലെ? യെസ്. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് ശരീരത്തിന് ഊർജം തരുന്ന, എനർജി തരുന്ന ഒരു കാര്യമാണ്. കുറച്ച് സമയത്തേക്കാണെങ്കിൽ കൂടി നമ്മളെ ഉഷാറായിരിക്കാൻ അല്ലെ? ചിലവര് തലവേദനയൊക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ചായ കുടിക്കാറുണ്ട് അല്ലെ? ചായ കുടിച്ചു കഴിയുമ്പോൾ ആ തലവേദന മാറുന്നതായിട്ട് കാണാറുണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാ? അത് എനർജി തരുന്നത് കൊണ്ടാണ് അതിനെ എനർജി സപ്ലൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ, അതും നമ്മുടെ ശരീരത്തിന് എന്ത് തരുന്നുണ്ട്? എനർജി തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, ഇതിന്റെ ബാക്കി നമ്മൾക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് എനർജി സപ്ലൈസ് വരുന്നത്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പൊ എനർജി സപ്ലൈസ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ബോഡി ബിൽഡേഴ്സ്. പേരിൽ തന്നെയുണ്ട്. എന്താണ് ബോഡി ബിൽഡേഴ്സ്? നമ്മുടെ ശരീരത്തെ, നമ്മുടെ മസിലുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, നമ്മുടെ കോശങ്ങളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫുഡ് ഫാക്ടർ ആണെന്ത്? ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നത്.
ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ. നമ്മുടെ മസിൽ ഡെവലപ്മെന്റിന് കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് അവരുടെ ഗ്രോത്തിനൊക്കെ പ്രത്യേകിച്ച് പ്രോട്ടീൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയാ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാ? മിൽക്ക്, എഗ്, ഫിഷ്, ഫിഷ്, മീറ്റ്, ഓക്കെ. പിന്നെ പയറുവർഗ്ഗങ്ങള് നമ്മൾ ഡെയിലി രാവിലെ ചായയുടെ കൂടെ കഴിക്കാറുള്ള അല്ലെ, എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ളതാണ് അല്ലെ. കടല, പരിപ്പ്, പയറ് അല്ലെ, നിങ്ങൾക്ക് ചെയ്യാറുണ്ടോ? അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ ഭക്ഷണത്തില്? ഓക്കെ. പയറുവർഗ്ഗങ്ങളൊക്കെ എന്താണ്? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഓക്കെ. പാലുണ്ട്, മുട്ടയുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, ഫിഷ് ഐറ്റംസ് ഉണ്ട്, മീറ്റ് എന്താണ് എന്തുണ്ട്? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ലിവർ ഒക്കെ പെടുവാണോ മിസ്? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിനും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ്. വൈറ്റമിൻസ് മിനറൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതിലൊക്കെയാണ് വൈറ്റമിൻസ് മിനറൽസ് കൂടുതലായിട്ടുള്ളത്. ലീഫി വെജിറ്റബിൾസ്, അതായത് പഴങ്ങളിലും പച്ചക്കറികളിലും, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ മൂന്നെണ്ണവും ക്ലിയർ ആയല്ലോ. എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതായത് പഴങ്ങളും പച്ചക്കറികളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭക്ഷണമാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തതെന്ന് നോക്കാം, എനർജി സപ്ലൈസ്. ആ പേജ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്, ഇത്രയും കാര്യങ്ങളൊന്ന് റീഡ് ചെയ്യാം, അതിനുശേഷം കമ്പ് ചെയ്യാം. കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എനർജി സപ്ലൈസ് എന്ന് നോക്കാം. എനർജി സപ്ലൈസ് form a significant part of our body. Wheat, maize, starchy vegetables, pulses, sugarcane, jaggery, butter, ghee, etc. are some examples of this type of food. These foods supply energy to the body and keep it warm and active. Okay.
അതായത് എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് എനർജി തരുന്ന ഭക്ഷണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ശരീരത്തിന് ഊർജം തരുന്ന ഭക്ഷണങ്ങളാണ് എനർജി സപ്ലൈസ്. ഇത് ശരീരം ചൂടായിട്ട് നിലനിർത്താനും ശരീരത്തെ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിപ്പിക്കാനും സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരം നല്ല രീതിയിൽ വാം ആകാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനും എനർജി സപ്ലൈസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് എനർജി തരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വീറ്റ്, ഗോതമ്പ്. ഓക്കെ, ഗോതമ്പ് എന്താണ് എനർജി സപ്ലൈസിന് എക്സാമ്പിൾ ആണ്. ദെൻ മീസ്, ചോളം. ഓക്കെ, പിന്നൊന്ന് സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണ്. എന്താണ് ഈ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്? സ്റ്റാർച്ചി വെജിറ്റബിൾസ് മണ്ണിന്റെ അടിയിൽ ഉള്ളതല്ല. യെസ്, മണ്ണിനടിയിൽ കാണപ്പെടുന്ന എന്താ പറയാ പഴവർഗ അല്ലെ പച്ചക്കറികൾ അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൊട്ടറ്റോ, ഉരുളൻകിഴങ്ങ്, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, പിന്നെ ചേന, അതുപോലെ തന്നെ കപ്പ അല്ലെ, കിഴങ്ങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്റ്റാർച്ച് വെജിറ്റബിൾസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ശരീരത്തിന് ഊർജം തരുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ കർഷകരൊക്കെ മുമ്പൊക്കെ കൂടുതലായിട്ട് അല്ലെ യൂസ് ചെയ്തിരുന്ന അല്ലെ ഭക്ഷണം, ചോറിന് പകരം എന്താണ് അവർ യൂസ് ചെയ്തിരുന്നത്? കപ്പയല്ലേ കഴിച്ചിരുന്നേ അല്ലെ? കപ്പയാണ് കഴിച്ചിരുന്നത് അല്ലെ? എന്തുകൊണ്ടാ? അത് ശരീരത്തിന് പെട്ടെന്ന് ഊർജം കൊടുക്കും. അതുകൊണ്ടാണ് അവർ ആ ഫുഡ് ചൂസ് ചെയ്തിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ഇൻക്ലൂഡഡ് ആണ്, സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, അതുപോലെ കപ്പ ഉണ്ട്, പിന്നെ ചേന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പൾസസ് ഉണ്ട്. ഓക്കെ, പൾസസ് നേരത്തെ പറഞ്ഞ പോലെ പൾസസ് ഉണ്ട്. ഷുഗർ കീൻ, അതായത് കരിമ്പുണ്ട്, പിന്നെ ജാഗ്രി, ശർക്കര, ബട്ടർ, വെണ്ണ, ഗീ, നെയ്യ്, ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിനെ നമുക്ക് എനർജി സപ്ലൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ ശരീരത്തെ വാമായിട്ട് നിലനിർത്താനും ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതിനും. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് തന്നായിരുന്നോ? ഹെൽത്ത് കെയറിന്റെ മോക്ക് ടെസ്റ്റ് തന്നായിരുന്നോ? ഒന്ന് നോക്കിയിട്ട് പറയാമോ? ഇല്ല മിസ്സേ. ഇല്ല മാം, തന്നിട്ടില്ല. ഫസ്റ്റ് ചാപ്റ്ററിന്റെ തന്നായിരുന്നോ? മോഡേൺ കൺസെപ്റ്റ് ഞാനല്ലേ എടുത്തത്? അത് അത് തന്നായിരുന്നു. അത് തന്നിട്ടുണ്ട്. ഹെൽത്ത് കെയറിന്റെ മാത്രം തരാനുണ്ട് അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഞാൻ കുറച്ച് ടോപ്പിക് തരാം. അതിനെ കുറിച്ച് സെമിനാർ പ്രസന്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. എല്ലാവരും റെഡിയാണോ? ഓക്കെ, ബോഡി ബിൽഡേഴ്സ് ആരാ ചെയ്യാ? ബോഡി ബിൽഡേഴ്സ് ടോപ്പിക് ആണ് കേട്ടോ പറയുന്നേ. ബോഡി ബിൽഡേഴ്സ് ആരാണ് ചെയ്യുന്നേ? ആരുമില്ലേ ചെയ്യാനായിട്ട്? മിസ് വിളിച്ചോളൂ മാം, അതാണ് നല്ലത്. സനില ചെയ്തോളൂ കേട്ടോ ബോഡി ബിൽഡേഴ്സ്. ഞാൻ ചെയ്യാം. ഓക്കെ മാം. എനർജി സപ്ലൈസ് ചെറിയ മോള് ചെയ്യൂ കേട്ടോ. എനർജി സപ്ലൈസ്. ഓക്കെ. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് അഫ്സീന അജ്മൽ ചെയ്യാമോ? അഫ്സീന അഫ്സീന
Okay, ma'am. ഓക്കെ. Then proteins, constituents of food ല് പ്രോട്ടീൻസ് ആരാ ചെയ്യുക? പ്രോട്ടീൻസ് ഞാൻ ചെയ്യാം മാം. റഷിത. ഓക്കെ. Then fats, ഫാറ്റ് ആരാ ചെയ്യുക? ഫാറ്റ്സ് ആരും ചെയ്യും. ഓക്കെ. ആ ഫാറ്റ്സിൽ തന്നെ സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ട്. അത് രണ്ടും ചെയ്യണം കേട്ടോ. അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത് മാത്രമല്ല, പുറത്തുനിന്ന് ധാരാളം കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് വേണം സെമിനാർ പ്രസന്റ് ചെയ്യാൻ. ഓക്കെ. ടെസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം പോരുത് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും തന്നെ സെമിനാർ പ്രസന്റ് ചെയ്തിട്ട് വരിക കേട്ടോ, പ്രിപ്പയർ ചെയ്തിട്ട് വരിക പറഞ്ഞ ആളുകൾ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ ടോപ്പിക് തരുന്നതായിരിക്കും കേട്ടോ. സൈൻ ഔട്ട് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തന്ന അശ്വതി മാമിനും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.